വഅന സാബിത്തിൻ റളിയല്ലാഹു അൻഹു മഹാനാകുന്ന സാബിത്ത് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ് അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാല അനസ് മഹാനാകുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് അത്താ അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബാൻ നബി തങ്ങൾ ഞങ്ങളുടെ അരികിലേക്ക് ഒരു ദിവസം വന്നു. ഏത് നിലക്ക്? ഞാനാകുന്നത് അൽഅബു മഅ ഗിൽമാൻ, കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു ആരാണ്? ചെറിയ കുഞ്ഞുവാവയാണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ കൂടെ കളിച്ചത്, അല്ലാതെ വലിയൊരാള് കുട്ടികളെ കൂടെ കളിച്ചതല്ല. അനസ് തങ്ങൾ അന്ന് ഏറ്റവും ചെറിയ സ്വഹാബി വര്യനാണ്. അനസ് റളിയല്ലാഹു അൻഹു കുട്ടികളുടെ കൂടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിലാണ് ഫസല്ലമ അലൈനാ, എന്നോട് ഹബീബാ നബി തങ്ങൾ സലാം പറഞ്ഞത്. എന്നോട് ഹബീബാ നബി തങ്ങൾ ഞങ്ങളോടെല്ലാവരോടും കൂടെ സലാം പറഞ്ഞു. ഫസല്ലമ അലൈനാ, ഞങ്ങളോട് സലാം പറഞ്ഞു റസൂൽ. എന്നിട്ട് എന്നോട് കുറച്ചങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയി. എന്നിട്ട് ഫബഅസനി ഫീ ഹാജത്തിൻ, എന്നോട് അങ്ങാടിയിൽ പോയൊരു വസ്തു വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി ഹബീബാ നബി തങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഞാൻ അത് വാങ്ങി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കത് കൊണ്ടു കൊടുത്തു. എന്നിട്ടോ ഫഅബ്തഅതു അലാ ഉമ്മീ, മഹാനാകുന്ന അനസ് തങ്ങൾ പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മാന്റെ അടുത്തേക്ക് പോയപ്പോൾ കുറച്ച് നേരം വൈകിപ്പോയി, കുറച്ച് താമസം പിടിച്ചു. ആ സമയത്തിൽ ഫലമ്മാ ജിഅ്തു ഖാലത്ത്, ഞാൻ എൻ്റെ ഉമ്മാന്റെ അരികിലേക്ക് ചെന്നപ്പോൾ എൻ്റെ ഉമ്മ ചോദിക്കുകയാണ്, മാ ഹബസക, എന്താണ് അനസേ, എന്താ നേരം വൈകിപ്പോയത്, എന്തുകൊണ്ടാ നീ നേരം വൈകാനുണ്ടായ കാരണം? ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, ബഅസനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാൽ, ബഅസനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഹാജത്തിൻ, ഒരാവശ്യത്തിന് വേണ്ടി എൻ്റെ ഹബീബായ നബി തങ്ങൾ എന്നെ ഇന്ന സ്ഥലത്തിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ ആ വസ്തു വാങ്ങിക്കൊടുത്തു, വാങ്ങി എന്നിട്ട് ഹബീബായ നബി തങ്ങൾക്ക് അത് കൊണ്ടു കൊടുത്തു. ആ വസ്തു ഉണ്ടല്ലോ, പറയാൻ പറ്റാത്ത വസ്തു ഒന്നുമല്ല. അത് ഹബീബായ നബി തങ്ങൾ കുട്ടികളുടെ ഇടയിൽ നിന്ന് വിളിച്ചു. എന്നിട്ട് അനസ് തങ്ങളോട് സ്വന്തമായിട്ട് പറഞ്ഞു. അനസ് തങ്ങൾ അത് സ്വന്തമായിട്ട് അങ്ങാടിയിൽ പോയി. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു വാങ്ങിയിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഖാലത്തെ, ഉമ്മ ചോദിക്കുകയാണ്, മാ ഹാജതുഹു, എന്തായിരുന്നു അനസേ മുഹമ്മദ് മുസ്തഫ തങ്ങൾ നിന്നോട് പറഞ്ഞ കാര്യം എന്താണ് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ ഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, ഇന്നഹാ സിർറുൻ, ഉമ്മാ അത് കുട്ടികളുടെ ഇടയിൽ വെച്ചുകൊണ്ട് എന്നെ ഹബീബാ നബി തങ്ങൾ കുറച്ച് അകലേക്ക് വിളിച്ചുകൊണ്ട് എന്നോട് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാണ്. അതൊരു സിറാണുമ്മാ, അത് ഞാൻ പറഞ്ഞു തരൂല്ല. അപ്പോൾ ഖാലത്തുമ്മ പറയുകയാണ്, ലാ തുഖ്ബിറന്ന ബിസിർരി റസൂലില്ലാഹി അഹദാ, മുത്തുനബി തങ്ങൾ നിന്നോട് സ്വന്തം പറഞ്ഞൊരു കാര്യമാണോ? അത് മറ്റൊരാളോട് പറയാൻ നിന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നീ പറയണ്ട അനസേ, അത് മൂടി വെച്ചോ, അത് മൂടി വെക്കൽ തന്നെയാണ് ഖൈറ് എന്ന് മഹദിയായ ഉമ്മ റളിയല്ലാഹു അൻഹാ അനസ് തങ്ങളോട് പറയാണ്. എന്നിട്ട് അനസ് തങ്ങൾ പറയാണ്, വല്ലാഹി ലൗ ഹദ്ദസ്തു ബിഹി അഹദൻ, അനസ് തങ്ങൾ പറയാണ് ആരോട്? മഹാനാകുന്ന സാബിത്ത് തങ്ങളോട്. ഈ ഹദീസ് ഉദ്ധരിച്ചത് സാബിത്ത് തങ്ങളാണല്ലോ. സാബിത്ത് തങ്ങളോട് പറയാണ്, വല്ലാഹി ലൗ ഹദ്ദസ്തു ബിഹി അഹദ, ആരോടെങ്കിലും ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ലഹദ്ദസ്തുക ബിഹി യാ സാബിത്ത്, അല്ല സാബിത്തെ, ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. വല്ലവരോട് ഞാൻ പറയണമെന്ന് എനിക്ക് ബോധി ഉണ്ടാവാറുണ്ട്. മുത്തുനബി തങ്ങൾ പറഞ്ഞ അത് മുത്തുനബി തങ്ങൾ എന്നെ കളിക്കുന്ന കുട്ടികളുടെ ഇടയിൽ വെച്ചുകൊണ്ട് ഹബീബാ നബി തങ്ങൾ എന്നെ സ്വന്തം വിളിച്ച് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്നെ പറഞ്ഞ വിഷയമല്ലേ, അത് ഞാൻ മറ്റൊരാളോട് പറയുന്നത് ശരിയല്ലല്ലോ. കാരണം എന്നോട് അത് എല്ലാവരും കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളുടെ പരസ്യമായിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ?
സംഗതി വിട്ട് ആവശ്യത്തിലേക്കുള്ള വസ്തുവാണ്. സംഗതി പറയാൻ പറ്റിയ സംഗതിയാണ്. അതും അനുസരണങ്ങൾ എന്താക്കിയില്ല, പറഞ്ഞില്ല. അനുസരണങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. എന്നോട് കുട്ടികളിൽ ആരും അറിയണമെന്നുണ്ടെങ്കിൽ അത് കുട്ടികളോട് എല്ലാവരോടും കൂടെ കേൾക്കത്തക്കെ അനുസരണങ്ങളെ നിങ്ങളെ വാങ്ങിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ മതിയില്ലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വിളിച്ചു കൊണ്ടുപോയി. ഹബീബാ നബി തങ്ങളോട് പറഞ്ഞു, ആ സാധനം ആ വസ്തു പറയാൻ പറ്റിയതാണ്. പക്ഷെ പറയാൻ പറ്റിയത് പോലും എന്താക്കിയില്ല. പറയാൻ പറ്റിയത് പോലും അനസ് റളിയല്ലാഹു അൻഹു എന്താക്കിയില്ല, അത് പരസ്യമാക്കി വെറുതെ എങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നതൊരു മനുഷ്യന് യോജിച്ചതും അല്ല. മനസ്സിലായോ? അപ്പൊ തിരികില്ലേ. ഇനി വേറൊരു ഹദീസും കൂടെ ഞാൻ പറഞ്ഞുതരാ, കേട്ടോളി. പെണ്ണുങ്ങളെ നിങ്ങളാക്കെ കണ്ടത് കുട്ടികളൊക്കെ മദ്രസ പോയിണ്ടാവുമല്ലോ, ഒന്ന് കേട്ടോളി. അല്ല ഒന്നും പറയാം, എന്നാലൊന്ന് സൂചിപ്പിക്കാതെ പോകും. റവാഹു മുസ്ലിം ഉദ്ധരിച്ച റിവായത്താ, അപ്പോൾ ഒന്ന് പറയണതല്ലതാ. അബ്ദുല്ലാജി കേട്ടോളി. അൻ അബീ സഈദ് റളിയല്ലാഹു അൻഹു അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, മഹാനാകുന്ന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ ശർരിൻ നാസ് ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഏറ്റവും അടിത്തട്ടിൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും നിന്യനായ മനുഷ്യനാരെന്നറിയോ? നിസ്കാരം ഉപേക്ഷിക്കുന്നവനല്ല, സകാത്ത് കൊടുക്കാത്തവനല്ല, ഗീബത്ത് പറഞ്ഞവനല്ല, നമീമത്ത് പറഞ്ഞവനല്ല, പരദൂഷണം പറഞ്ഞവനല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇത് സ്വഹീഹായ ഹദീസാണ്, ഇത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഏറ്റവും ദുർബലനായ മനുഷ്യനാരെന്നറിയോ? അർറജുലു, അതൊരു പുരുഷനാണ്. എങ്ങനത്തെ പുരുഷനാണ്? യുഫ്ളി ഇലൽ മർഅതി വയഖ്ലി വയഫ്ളി വതഫ്ളി ഇലൈഹി ثم ينشر بسر ثم ينشر سرها. ഒരു മനുഷ്യനാണ്. എങ്ങനത്തെ മനുഷ്യനാണ് അയാൾ രാത്രി സമയത്തിന് അയാളുടെ ഭാര്യയുടെ അരികിൽ ചെന്നു. എന്നിട്ട് അയാളുടെ ഭാര്യയുടെ അരികിൽ ചെന്നിട്ട് ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. എന്നിട്ട് പിറ്റേന്ന് നേരം വെളുത്തിട്ട് അങ്ങാടിപ്പോയി അക്കഥ പറഞ്ഞു കൊടുക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവരാണ് ഖിയാമത്തി നാളിൽ ഏറ്റവും നിന്യനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ ഏകദേശം ഫിറ്റാകും. എന്താണ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. അത് ആണ്ട് ഇവിടെ പറഞ്ഞുള്ളൂ. ഇപ്പൊ ആണല്ല, ഇപ്പൊ പെണ്ണുങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങി. സിദ്ദീഖാന്റെ ഭാര്യ സപ്പോസ് ആണ്, ഉദാഹരണമാണ്. ഇനിയിപ്പോൾ നേരത്തെ അബ്ദുല്ലാജിനെ വിളിച്ചപ്പോൾ അബ്ദുല്ലാജിന്റെ പെണ്ണുങ്ങൾ പറയാൻ നിൽക്കട്ടെ. കൂടെയാണ് പറയുന്നത്, പറയട്ടല്ലേ ഉസ്താദിനെ പറഞ്ഞത്, എന്നോട് പറയട്ടൊന്നുമില്ല, അബ്ദുല്ലാജി പറഞ്ഞിട്ടൊന്നുമില്ല. സപ്പോസിന് നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞതിൽ എന്താക്കരുത്, കഥയെ ചോദ്യമില്ല നന്നായി. സിദ്ദീഖാന്റെ ഭാര്യ വിട്ടു പോയി. എന്താ ഇപ്പൊ സിദ്ദീഖാന്റെ അവസ്ഥ? അതിപ്പോ ഒരു തടി തന്നെ ഉള്ളൂ, അതൊരു തടി തന്നെ ഉള്ളൂ. ലാ ഫായിദത്ത ഫീഹി, അതിലൊരു ഫായിദയില്ല എന്ന് സിദ്ദീഖാന്റെ ഭാര്യ സിദ്ദീഖാനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ സിദ്ദീഖാന്റെ ഭാര്യയെ സംബന്ധിച്ച് സിദ്ദീഖാന്റെ ഭാര്യ അങ്ങനെ പറഞ്ഞ ഏറ്റവും മോശമായവൾ അവളാണ്. 60 വയസ്സായൊരു കാക്കക്ക് 48 വയസ്സുള്ള പെണ്ണുണ്ട് സപ്പോസ്. അപ്പൊ മുനവറിയമാനി ചോദിക്കാണ്, എന്താ താത്താങ്ങളെ വർത്താനം? അതൊന്നും പറയാത്തതാ നല്ലത് കുട്ടിയെ. ഒരു ശരീരം ഇങ്ങനെ അടുത്ത് കിടക്കുന്നുണ്ട് എന്നല്ലാതെ. നാളെ ഒരവസ്ഥ ഒരാൾ പറഞ്ഞില്ല, മൂപ്പര് മൂർക്കം പാമ്പാണല്ലോ ഒരു പെണ്ണിനോട്. അങ്ങാടിയിൽ ഭയങ്കര സ്ട്രോങ്ങാ, അപ്പൊ ഒരു പെണ്ണിനെ മൂപ്പര പുതിയാപ്പള എന്താ നിങ്ങളെ വീട്ടില്? അതൊരു ശരീരം മാത്രം. അപ്പം മൂപ്പരാക്കൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, മൂപ്പരാക്ക മൂർക്കം പാമ്പാണല്ലോ അങ്ങാടിയിലൊക്കെ വന്നാൽ.
അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു പാമ്പാണെങ്കിൽ ഒന്ന് പത്തി ഉയർത്തുക, അതല്ലെങ്കിൽ ഒന്ന് ഫൂന്നൂതുക. എനിക്ക് തോന്നുന്നില്ല മൂപ്പര് മൂർഖനാണ്. ഇങ്ങനെ ഓരോന്നോരോന്ന് പറയാ. ഏറ്റവും അശറാണ് ഉമ്മമാരെ ഞാൻ ഇങ്ങനെ പറയാനുണ്ടായ കാരണം ഇനി മിണ്ടരുത് എന്ന് വിചാരിച്ചിട്ടാ. ഇനി മിണ്ടരുത്, മിണ്ടിപ്പോകരുത്, അങ്ങനത്തെ സംഗതികൾ. ഭർത്താവിന്റെ ബലഹീനത മറ്റുള്ളവരോട് പറയുക, ഭാര്യയുടെ ബലഹീനത മറ്റുള്ളവരോട് പറയുക, ഭാര്യയുടെ കിടപ്പറയിൽ ഉള്ള രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവളെ വഷളത്തരത്തിലാക്കുക. അതുപോലെ തന്നെ ഭർത്താവിന്റെ കിടപ്പറ അവസ്ഥകൾ മുഴുവനായി മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ആ ഭർത്താവിനെ വഷളത്തരത്തിലാക്കുകയോ, അതല്ലെങ്കിൽ ആ ഭർത്താവിനെ നിന്ദനാക്കുകയോ, അതല്ലെങ്കിൽ ആ ഭർത്താവിന്റെ നിന്ദത, ആ ഭർത്താവിന്റെ ന്യൂനത മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയോ ചെയ്താൽ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്ന മിന്ന ശർരിന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ ഏറ്റവും മോശമായവർ, ഏറ്റവും 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 മോശമായവർ അവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്.